ഞാൻ ആരാന്നറിയണം. അത്രയല്ലേ ഉള്ളൂ. നമസ്കാരം. എന്തരാണല്ലേ? എന്തിനു നോക്കണത്? ഞാൻ പറഞ്ഞല്ലേ ഇതൊന്നും വേണ്ടെന്ന്. ഈ വലിയ മനുഷ്യണ്ടല്ലേ, ഇത്തേട്ട പേരാണ് മാണിക്യം. മാണിക്യം ആ എന്നോട് മൊടാൻസാലുണ്ടല്ലേ പല പണയിടപാട് പോലെയല്ല എന്റെ അടിയിടപാട്. കൊടുത്തത് കിട്ടിയില്ലെങ്കിലും കിട്ടിയത് കൊടുക്കായിരിക്കൂല ഏട്ടാ. അതിപ്പോ പെരുമാളിനായാലും ശരി, പെരുന്നാളിനായാലും യവം പുലിയാണ്. എന്തായാലും നീ എന്നെ ഇങ്ങാട്ട് വിളിച്ചു വന്റെ തിരിച്ചു നിന്റെ കച്ചവടം പൊട്ടി താക്കോലുമായിട്ടേ ഞാൻ പോണോ. നീ വാങ്ങിയിടേ ഇവന്റെ സാവനെ എങ്ങാനോ. പക്ഷേ മൊട കണ്ട എടപെടുവണ്ട. വലത്താട്ടിക്കടാ. കളിപ്പ് തീരണില്ലല്ലേ? നമ്മൾ ഒരു വരവിടെ വരേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കൊക്കെ ഒരു ട്രിബ്യൂട്ട് പോലെയാണ് ഈ ഡാൻസ്. ആ ഒരു കുറവ് ഒരു ഫാൻ എന്ന് പറയുന്ന രീതിയിൽ സച്ചുകുട്ടൻ നികത്തിയിരിക്കുകയാണ്. എന്തായാലും വലിയൊരു കൈയടി. ലക്ഷ്മി, ഇതാണ് യഥാർത്ഥ റിയൽ ആയിട്ടുള്ള ഫാൻ. ഓക്കെ വിവേകേട്ടാ, ശരിക്കും പറഞ്ഞല്ലേ മോനെ സച്ചുകുട്ടൻ നീ നടന്ന് തുള്ളിയപ്പോ എനിക്ക് ഇവിടെ കിടന്ന് അങ്ങോട്ട് ഇറങ്ങി വരണം എന്നുള്ള ഫീലാണ്. കൈയടിക്കുന്നു. എന്തോ ഒരു എനർജിയാ മക്കളെ നിനക്ക്. സമ്മതിച്ചത് നിങ്ങളേട്ടാ, കിട്ടില്ല. ഒരു വരവ് കൂടി വരവെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ വരവിനായിട്ട് കാത്തിരിക്കാം. ഒരു വരവ് കൂടി വരേണ്ടി വരും. കേട്ടില്ലേ? അത് മൈക്കിന്റെ കുഴപ്പം. ഓക്കെ അമ്മു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലക്ഷ്മിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തകർത്ത് വാരി കളഞ്ഞു സഞ്ജുക്കുട്ടൻ. അടിപൊളി പരിപാടിയായിരുന്നു, അടിപൊളിയായിരുന്നു. വിവേകടം പറഞ്ഞ പോലെ നമുക്ക് വിസിലടിക്കാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് അടിക്കാതിരുന്നത്, അല്ലെങ്കിൽ ശരിക്കും അടിച്ചിട്ടുണ്ടാവും. ആരാത് കൊറിയോഗ്രാഫി ചെയ്തത്? ആരാണ്? നിയാസ് മാസ്റ്റർ. ഓക്കെ, മാസ്റ്ററിന് ഒരു വലിയ കൈയടി. കാരണം മോന്റെ പൊട്ടൻഷ്യൽ മൊത്തം ആ ഒരു പെർഫോമൻസിൽ മൊത്തം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സഞ്ജുക്കുട്ട. സൗഭാഗ്യ, യവൻ പുലിയാണ് കേട്ടാ. മോനെ, ഒരു ആർട്ടിസ്റ്റ് എപ്പോഴാണ് സക്സസ്ഫുൾ ആവുന്നതെന്നറിയോ? ഫസ്റ്റ് വേണ്ടത് കഴിവ്, പിന്നെ വേണ്ടത് ലക്ക് വേണം, പിന്നെ വേണ്ടത് പ്രശസ്തിയാണ് വേണ്ടത്. മോന് കഴിവ് ദൈവം
വാരിക്കോരി മോന് തന്നിട്ടുണ്ട്. ലക്ക് ഉണ്ട് ഒബ്വിയസ്ലി, അതാണല്ലോ മോൻ ഇത്രയും ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത്. സപ്പോർട്ടിങ് പേരൻസ് കിട്ടിയിട്ടുണ്ട്, ഗ്രാൻഡ് പേരൻസ് എല്ലാം ഉണ്ട്. ഇതൊക്കെ ഒരു ലക്കാണ്. ഈ പ്രശസ്തി എന്ന് പറയുന്നത് ഈ ഷോയിലൂടെ ആയിരിക്കും മോന് കിട്ടുന്നത്. മോൻ്റെ ഓരോ പെർഫോമൻസിലൂടെ മോനിങ്ങനെ ഫെയിം കിട്ടി അൾട്ടിമേറ്റ്ലി മോൻ സക്സസ്ഫുൾ ആർട്ടിസ്റ്റായിട്ട് പുറത്ത് വരും. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ അമ്മുവിന്റെ ഫസ്റ്റ് ഫിലിം മമ്മൂക്കയുടെ കൂടെ ആയിരുന്നു അല്ലേ? ഫസ്റ്റ് ഫിലിം കറുത്തപക്ഷിയിലായിരുന്നു മമ്മൂക്കയുടെ കൂടെ. അത് മാത്രമല്ല അമ്മൂന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ്, പിന്നെ അക്കൽക്ക് അമൃത TV അടക്കം എല്ലാ അവാർഡ്സും ഉണ്ടായിരുന്നു. കറുത്ത പക്ഷിയൽ മൂവിയിൽ ബാലതാരത്തിനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ കുട്ടിയാണ് അമ്മു. ഒന്നല്ല 2 സ്റ്റേറ്റ് അവാർഡാണ് കിട്ടിയേക്കുന്നത്. രണ്ടാമത്തെ മൂവി ഏതാ നമുക്ക് അമ്മൂരുടെ അടുത്ത് തന്നെ ചോദിക്കാം. ഏത് മൂവിക്കാണ് കിട്ടിയത്? ഫസ്റ്റ് 2006 കറുത്ത പക്ഷികൾക്ക്, സെക്കൻഡ് 2011 ഊമക്കുയിൽ പാടുമ്പോൾ. ഇത് 2 വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ട്. വീട്ടിലെ ഷോക്കേസിൽ വെച്ചിട്ടുണ്ട്. നമ്മളെ വീട്ടിലല്ല, പിന്നെ അപ്പുറത്തുള്ള അതെ, വീട്ടിൽ വെച്ചേക്കുന്ന കാര്യമല്ല, ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതെ, വീട്ടില് ഷോക്കേസ് തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു. വിവേകേട്ടനോടല്ല, ഞാൻ അമ്മൂനോടല്ലേ പറഞ്ഞത്, ഞാൻ മിണ്ടത്തില്ല. നമ്മൾ അതുകൊണ്ടാണ് അമ്മൂനെ നടുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കാൻ നല്ല പ്രൊട്ടക്ഷനോട് കൂടി 2 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആളെ നമ്മൾ നടുക്കിരുത്തില്ല കേട്ടാ. കൗണ്ടർ അക്സെപ്റ്റഡ് അല്ല, മറ്റേ അടുക്കളയിൽ ചീനച്ചട്ടിയുടെ മുകളിൽ തോൽവികൾ ഏറ്റുവാങ്ങാൻ ജീവിതം പിന്നെ ബാക്കി. ഞാൻ മമ്മൂക്കായിട്ട് 3 പടം ചെയ്തിട്ടുണ്ട്. അച്ചാദിനായിരുന്നു ആദ്യത്തെ മൂവി. അതിനുശേഷം പുള്ളിക്കാരൻ സ്റ്റാറാ ചെയ്തു. ഇപ്പൊ കഴിഞ്ഞ കുട്ടനാടൻ ബ്ലോഗ് ചെയ്തു. ഇതിൽ 3ലുമൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മൾ ഓരോ ഇത് എന്താ പറയുക, നമ്മൾക്ക് ഓരോ സ്റ്റെപ്പ് കഴിയുന്നതോറും നമ്മൾ കൂടുതൽ ആ മനുഷ്യനുമായിട്ട് നമ്മൾ അറ്റാച്ച്ഡ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഈ പ്രോഗ്രാമിൻ്റെ പ്രൊമോ ഞാൻ മമ്മൂക്കയ്ക്ക് അയച്ചു കൊടുത്തു. മമ്മൂക്ക എനിക്ക് മെസ്സേജ് അയച്ചു തന്നു, ഗുഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചു തന്നു. ഭയങ്കര സപ്പോർട്ടീവാണ്. അങ്ങനെ ഇങ്ങനെ ചെറിയ ആളാണ്, അല്ലെങ്കിൽ പുതിയതായി വന്ന ആളാണ്, പുതിയ ഡയറക്ടറാണ്, അങ്ങനെ ഒന്നും ഒരു വേരിയേഷൻ ഒന്നും കാണിക്കില്ല. എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് സിസ്റ്റം തന്നെയാണ്. ഇവരിപ്പോൾ കൂടെ ആക്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ ആക്ട് ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് ഓർമ്മയുള്ളത് രാപ്പകലിൻ്റെ സെറ്റിൽ ഞാൻ അമ്മയുടെ കൂടെ പോയതാണ്. അമ്മ അതിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ കൂടെ ചെന്നു. അപ്പോൾ ഒബ്വിയസ്ലി എല്ലാവരും പറഞ്ഞൊരു ധാരണമല്ലോ, മമ്മൂക്ക സംസാരിക്കുന്നത് ഭയങ്കര, അപ്പോൾ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിൽ വെച്ചിട്ട് മമ്മൂക്ക ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഒരു പേടി ഇങ്ങനെ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കൊച്ചുകുട്ടിയാണ്. അപ്പോൾ ആ പാലക്കാട് അറിയാമല്ലോ, ആ ചൂട് ഭയങ്കര ഒരു അസ്വസ്ഥതയുള്ള ഒരു ക്ലൈമറ്റ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഭയങ്കര വെപ്രാള പിടിച്ചിങ്ങനെ നടക്കുന്ന സമയമായിരുന്നു. അപ്പം മമ്മൂക്ക അവിടെ നിന്ന് ഇങ്ങനെ ഗ്ലാസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു വന്നു. ആ വരുന്നത് കാണുമ്പോൾ തന്നെ ഒരു കലയാണ് കേട്ടോ. നമ്മളിങ്ങനെ നോക്കി പോകും ഇങ്ങനെ. അപ്പോൾ വന്നിട്ട് ഒരു ഈസി ചെയർ പോലെ ഒരു സംഭവമുണ്ട്, അവിടെ ഇരുന്നിട്ട് ഒരു കൂളറുണ്ട് മമ്മൂക്കയ്ക്ക്. ആ കൂളർ ഇങ്ങനെ ഓണാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ മമ്മൂക്കയെ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ആൻഡ് സഡൻലി ആ ഗ്ലാസ് ഇങ്ങനെ മാറ്റിയിട്ട് എന്നെ വിളിച്ചിട്ട് സൗഭാഗ്യം എന്ന് പറഞ്ഞിങ്ങനെ കൈ കാണിച്ചു. എനിക്ക് ഫുൾ എന്തിനാ വിളിക്കുന്നത്. വന്നിട്ട് മഴ ചെയ്തിട്ട് കുറച്ച് നേരം AC ഒക്കെ കൊണ്ടിട്ട് പോവാം. എനിക്കണോ പോണോ ഒന്നും അന്ന് വേണമെങ്കിൽ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ ചങ്കിലുണ്ട് മമ്മൂക്ക. എന്തായാലും ഈ പെർഫോമൻസ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് നമ്മുടെ സഞ്ജയുടെ കൂടെ മമ്മൂക്കയുടെ കൂടെ ഒരു സെൽഫി എടുക്കും.